ഇയാള് സമരം ചെയ്യുന്ന ഈ ആലപ്പുഴയിൽ ഞാൻ ചെന്ന് ആളെ കണ്ടു. ആളോട് സംസാരിച്ചപ്പോൾ ആളെന്നോട് ചോദിച്ചു, എനിക്ക് 7 ലക്ഷം രൂപ. പുള്ളി തിരിച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വണ്ടി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വീണ്ടും നിങ്ങൾ സമരം ചെയ്യുവാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വണ്ടി ഇവിടെ വെച്ചിരിക്കുന്നത്? പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നിന്നെ ഞങ്ങൾ സഹായിച്ചതല്ലേ? അല്ല ചേട്ടാ, അത് പറഞ്ഞാൽ പറ്റൂല. അത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ സമരം ചെയ്യും. ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്ന അനൂപ് എന്നൊരു വ്യക്തിയാണ്. അതായത് ഒരു സമരം ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട ഒരു യുവാവിൻ്റെ അവസ്ഥ കണ്ടിട്ട് അയാളെ സഹായിക്കാൻ പോയി. സംഗതി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓല സ്കൂട്ടർ കമ്പനിക്കെതിരെ സമരം ചെയ്തൊരു വ്യക്തിയാണ്. വിഷ്ണു എന്നാണ് പേര് അല്ലേ? അതെ. അപ്പോൾ അയാളെ കണ്ട് അയാളുടെ സമരവും അയാൾ ഈ പട്ടിണി സമരം എന്ന് പറഞ്ഞിരുന്ന റോഡ് സൈഡിലിരുന്ന് ഭക്ഷണം കഴിക്കണം, അങ്ങനെ ഒരു സഹാനുഭൂതി തോന്നിയിട്ട് സഹായിക്കാൻ പോയതാണ്. അപ്പോൾ അവസാനം എന്താണ് ഉണ്ടായെന്ന് നമുക്ക് അനൂപിനോട് തന്നെ ചോദിച്ചറിയാം. എന്താണ് കാര്യങ്ങളുടെ തുടക്കം ഇവിടെ? ഇത് കഴിഞ്ഞ 10-ാം തീയതി ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ചുമ്മാ ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട ഒരു റീലാണ്. അത് കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടി കെട്ടിത്തൂക്കിയിരിക്കണ എന്താണെന്ന് കണ്ട് ആ ഒരു റീൽ കണ്ട് പിന്നെ അയാളുടെ പേജിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിയപ്പോൾ അദ്ദേഹം പാരൻസൊന്നും ഇല്ലാത്ത ഒരാളാണ്. വീടോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്വിഗ്ഗി സൊമാറ്റോ ഓടി കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരാൾ ഈ വണ്ടിയുമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിലായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും രക്ഷയില്ല. ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ റോഡിന്റെ സൈഡിൽ കണ്ടിരുന്ന റോഡിന്റെ സൈഡിൽ ഇരുന്നിട്ട് ഭിക്ഷ യാചിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അത് എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ 2 സുഹൃത്തുക്കൾ കൂട്ടത്തിലുണ്ട്. ഞാൻ അവരോട് കാര്യം പറയടാ, നമുക്കിങ്ങനെയൊന്ന് പോയി നോക്കാം. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് ഇദ്ദേഹമായിട്ട് സംസാരിച്ച് കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് ആൾ ജെന്യുവിനാണോ, ആൾക്ക് എന്താണ് ഉദ്ദേശങ്ങളെന്ന് അറിയാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആള് സംസാരിച്ച് വന്ന് ആൾക്ക് നഷ്ടപരിഹാരം, അത് ഒരു അറിവില്ലായ്മ സംസാരിക്കുന്നത്, വലിയ തുക നഷ്ടപരിഹാരങ്ങൾ കിട്ടാനുണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആദ്യം പറഞ്ഞു. അതിനുശേഷം ആൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഞാനും അദ്ദേഹമൊക്കെ പോയി ഭക്ഷണം കഴിച്ചു. തിരിച്ചു വരുമ്പോൾ ആളെന്നോട് ഇങ്ങനെ ചോദിച്ചു, ചേട്ടാ എന്തെങ്കിലും മാർഗമുണ്ടോ, ചേട്ടൻ ആരെങ്കിലും അറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്കാരെയും അറിയത്തില്ല, നിനക്ക് വേണമെങ്കിൽ 2-3 ദിവസത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാശ് ഞാൻ തരാം. അപ്പം നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കും, നിങ്ങളൊക്കെ അത്യാവശ്യം ബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാരല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ആ ഷോറൂമിൽ നിന്ന് തന്നെ ഇവരുടെ ഒരാളുടെ നമ്പർ വാങ്ങി അയാളോട് വിളിച്ച് സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞ്, ഞങ്ങൾക്ക് ഈ വണ്ടി പുതിയത് കൊടുക്കാൻ അവർക്കൊരു ഓപ്ഷനുമില്ല, പിന്നെ ഈ വണ്ടിയുടെ കാശ് കൊടുക്കാൻ അവർക്കൊരു ഓപ്ഷനുമില്ല. അവർ കൺസ്യൂമർ കോടതിയിൽ നിലവിൽ ഈ വണ്ടിയുടെ കേസ് നടക്കുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഈ ഷോറൂമിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്തു കൊടുക്കേണ്ട പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഡിലേ ഇല്ലാണ്ട് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ഈ വണ്ടി റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇദ്ദേഹമായിട്ട് വന്ന് സംസാരിച്ചപ്പോൾ പുള്ളിക്ക് എക്സാം നടന്നിട്ടിരിക്കുന്നത്, +2 തുല്യതാ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടിരിക്കുന്നു. +2 ആണ്. ചേട്ടാ ഇത് പഠിക്കണം, ഡിഗ്രി എടുക്കണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും ജോലി ഒക്കെ ആകുള്ളൂ, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഇയാൾ പറഞ്ഞതിൻ്റെ പുറത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആലോചിച്ചു. ഞങ്ങൾ ഈ ഓലയുടെ കമ്പനിയിലേക്ക് പിന്നെയും കമ്പനിയുടെ ആളെ വിളിച്ചിട്ട് ചോദിച്ചു, ഈ വണ്ടി റെഡിയാക്കി കൊടുക്കും. അപ്പോൾ ഞങ്ങളുടെ ഇയാൾക്ക് ഈ വണ്ടി ഇവർ ശരിയാക്കി കൊടുത്താൽ ഇയാൾക്കൊരു വാടക വീട് എടുത്ത് കൊടുക്കുക, അയാൾക്കൊരു ജോലിയോ തൽക്കാലം ഒരു ജോലിയോ അല്ലെങ്കിൽ ആ ജോലി കിട്ടുന്നവരെയുള്ള എന്തെങ്കിലും സംവിധാനമോ ചെയ്തു കൊടുക്കാമെന്നത്. അപ്പം അവർ വണ്ടി റെഡിയാക്കി തരാം, ഒരു 40,000 കിലോമീറ്റർ ഓടുന്നവരെ ഈ വണ്ടിക്ക് ഗ്യാരണ്ടി തരാം. അതേപോലെ തന്നെ ഒരു 5 വർഷം, ഒന്നെങ്കിൽ 40,000 കിലോമീറ്റർ അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ചെയ്തു തരാം. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് വണ്ടിയായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, വണ്ടി വേണ്ട എനിക്ക് ചേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഈ വണ്ടി. അപ്പോൾ ഇയാളുടെ പട്ടാങ്ങിൽ ഞങ്ങളങ്ങ് വീണു. അങ്ങനെ ഇയാളോട് ചോദിച്ചു, ഈ വണ്ടിക്ക് എന്ത് വില? അപ്പോൾ ഈ വണ്ടിക്ക് 2.25 ലക്ഷം രൂപ പുള്ളിക്കാരൻ EMI ഉൾപ്പെടെ അടച്ചോണ്ടിരിക്കുന്നു. അതായത് ലോണിന്റെ തുകയാണ് 2.25 ലക്ഷം. വണ്ടിക്ക് വേണ്ട 1.60 അങ്ങനെ വിലയുള്ളൂ. പിന്നെ പുള്ളിക്കൊരു വീട് വാടകയ്ക്കെങ്കിലും എടുത്താലേ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ ഹിന്ദിക്കാരുടെ കൂടെ എവിടെയോ താമസിക്കുക എന്ന് പറഞ്ഞു. ഈ കുഴിയെടുക്കാൻ വന്ന കേബിൾ കുഴിയെടുക്കാൻ വന്ന ആൾക്കാർ. അങ്ങനെ ഞങ്ങൾ ഇയാളോട് സംസാരിച്ച് വന്നപ്പോൾ ഇയാൾ എൻ്റെ പറഞ്ഞു, ഒരു 3.25 ലക്ഷം രൂപ എനിക്ക് ഇപ്പം കിട്ടിയാൽ എൻ്റെ പ്രശ്നങ്ങൾ അവസാനിക്കും, എല്ലാം തീരും, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും, എനിക്കൊരു ജോലി ചെയ്തിട്ട് എൻ്റെ വിദ്യാഭ്യാസവും മുമ്പോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ വണ്ടി കൊടുത്താൽ അത് കിട്ടൂല. പക്ഷെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ വിചാരിച്ചാൽ
ഇയാളുടെ ഈ 3,400,000 രൂപ കൊടുത്ത് ഇയാളുടെ ലൈഫിന്റെ വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഈ വണ്ടി ഞങ്ങളിങ്ങ് വാങ്ങിയിട്ട് ഇയാൾ 3,20,000 രൂപ എന്ന് വെച്ചാൽ 25,000 4,000 ട്രാൻസ്ഫർ ചെയ്തിട്ട് പോകാനിട്ട് 21,000 കൊടുത്തു. 3,21,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. 3 അക്കൗണ്ടിൽ നിന്നായി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇയാൾ ഈ വണ്ടി എനിക്ക് തരുന്നു. ഞങ്ങൾ ഇയാൾക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. ഇയാളുടെ താമസ സ്ഥലത്ത് കൊണ്ടാക്കി. പിറ്റേ ദിവസം ഇയാൾ എന്നോട് ഈ വണ്ടിക്കുള്ള ലോണിൻ്റെ അടവെല്ലാം അടച്ചിട്ട് അതിൻ്റെ ഡോക്യുമെൻ്റ് ഈ വണ്ടിയുടെ RC ബുക്കും സാധനങ്ങളുമായിട്ട് എൻ്റെ നാട്ടിൽ ആലപ്പുഴക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഞാൻ ഇയാളെ നിരന്തരമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഫോൺ എടുക്കുന്നില്ല. കുറച്ചൊരു ഉച്ചയോടായപ്പോൾ എന്നെ ഈ ഓലയുടെ കമ്പനിയിൽ നിന്ന് ഞാൻ ഒരാളെ വിളിച്ചിരുന്നല്ലോ. പുള്ളി തിരിച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വണ്ടി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, വീണ്ടും നിങ്ങൾ സമരം ചെയ്യുവാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വണ്ടി ഇവിടെ വെച്ചിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഈ വണ്ടിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അന്ന് തന്നെ ഇവരിത് ഓടിക്കാനുള്ള സംവിധാനം ചെയ്തു. എന്നിട്ട് അന്ന് ഈ വണ്ടി ശരിയാക്കി തന്നു എന്ന് വിഷ്ണു ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇലക്ട്രോണിക് യൂണിറ്റ് ആയിരുന്നു കംപ്ലൈൻറ്റ്. അവിടെ ഇരുന്നൊരു അവർ സ്പെയർ റെഡിയാക്കിയിട്ട് ഈ വണ്ടി അപ്പം തന്നെ ചാർജ് ചെയ്ത് കാണിച്ചു, വണ്ടി റണ്ണിങ് ആക്കി. പിന്നെ ഇതിൻ്റെ ഈ ഗ്യാരണ്ടി തരണമെങ്കിൽ ഇതിൻ്റെ മോട്ടറും ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയോ സർവീസ് ഉണ്ട്. അവർ 15 ദിവസം എനിക്ക് സമയം പറഞ്ഞു. ഇയാള് സമരം ചെയ്യുന്ന ഈ ആലപ്പുഴയിൽ ഞാൻ ചെന്ന് ആളെ കണ്ട് ആളോട് സംസാരിച്ചപ്പോൾ ആളെന്നോട് ചോദിച്ചു, എനിക്ക് 7 ലക്ഷം രൂപ 3,21 മേടിച്ച ആളാണ് പറഞ്ഞത് 7 ലക്ഷം. എനിക്ക് 7 ലക്ഷം രൂപ വേണം. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു എന്താ? അല്ല, ഞാൻ പറഞ്ഞു മോനെ നീ പഠിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് നിന്നെ ഞങ്ങൾ സഹായിച്ചതല്ലേ? അല്ല ചേട്ടാ അത് പറഞ്ഞാൽ പറ്റൂല. അത് ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ സമരം ചെയ്യും. 7 ലക്ഷം രൂപ നിന്റെ സമരം അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞങ്ങളാരും. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കാശ് തരില്ല, അത് ഓലയുടെ കമ്പനി തന്ന കാശാണ്. അപ്പം ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഇവനെ അയച്ച ആൾക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ പറഞ്ഞു എത്ര വർഷത്തെ സ്റ്റേറ്റ്മെൻറ്റ് വേണം, ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് തരാം, നിങ്ങൾ നോക്കിക്കോ. ഈ കമ്പനിയിൽ നിന്ന് ആരെങ്കിലും ഞങ്ങൾക്ക് കാശ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ പറയുന്നതിന് വേറൊരു പൊട്ടത്തരമുണ്ട്. കാരണം ഓലക്കാരിക്ക് 3,21 കൊടുക്കാമെങ്കിൽ അവർക്കൊരു പുതിയ സ്കൂട്ടർ കൊടുത്താൽ പോലും അതിത്ര വിലയില്ല. അത് തിരിച്ചറിയാൻ പറ്റിയില്ല അദ്ദേഹം. എന്നെ ഇപ്പോൾ എന്തിന് തെറ്റിദ്ധരിച്ചെന്ന് പോലും അറിയില്ല. അന്ന് എന്നെ ചേട്ടാന്നൊക്കെ വിളിച്ച് പോയ ഒരാൾ പിറ്റേ ദിവസം ആ ഒരു വിളിയും കാര്യങ്ങളൊക്കെ മാറ്റി. കുഴപ്പമില്ല, അയാൾ ടോൺ മാറി. അങ്ങനെ ഞാൻ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് ആലപ്പുഴ സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവർ ഇയാളോട് കാര്യങ്ങൾ ചോദിച്ചു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ വണ്ടി അയാൾക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വണ്ടി വേണ്ട, കാരണം ഇങ്ങനെ ഒരാളുടെയൊക്കെ ഈ 3 ലക്ഷം രൂപ കൊടുത്ത് ഈ വണ്ടി വാങ്ങിയിട്ട് എനിക്ക് ഒരു മാനസികമായ ബുദ്ധിമുട്ടായി. ഞാൻ അന്നേ ദിവസം കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. വൈകുന്നേരമാണ് പരാതി കൊടുക്കുന്ന സമയം ഇതിനകത്തുണ്ട്. പരാതി കൊടുത്തു. ആ പരാതി എനിക്ക് റെസിപ്റ്റ് ഒന്ന് വിട്ടുകൊടുന്ന് പിറ്റേ ദിവസം രാവിലെ 10 മണിക്ക് വരാൻ പറഞ്ഞു. ഞാൻ 10 മണി ആയപ്പോൾ ഞാൻ കരുനാഗപ്പള്ളി ചെന്ന് ഞാൻ വൈകുന്നേരം 5:30 വരെ 6 മണി വരെ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ നിന്നു. കരുനാഗപ്പള്ളി പോയി നിന്നു. പിറ്റേ ദിവസം എൻ്റെ അവസ്ഥ അതാണ്. കാരണം ഇത് എങ്ങനെയെങ്കിലും ഇതാവണമല്ലോ. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം വന്നു, അവിടുത്തെ സാറ് സംസാരിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ആ കാശ് കൊടുക്കില്ല. അപ്പോൾ അവർ ചോദിച്ചെന്താ കാശ് കൊടുക്കാത്ത? എന്ത് എനിക്ക് ഓലയുടെ കമ്പനിയിൽ നിന്ന് തന്ന കാശാണ്. അപ്പോൾ അവർ പറഞ്ഞത് അക്കൗണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ പരിശോധിക്കും, അല്ലെ കമ്പനി ചോദിക്കും. നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്പനി ചോദിച്ചാൽ മതിയല്ലോ, നിങ്ങൾക്ക് തന്ന കാശ് ഇയാൾ വാങ്ങിച്ചിട്ടുണ്ടോ ചോദിക്കും. പിന്നെ അല്ലെങ്കിൽ വണ്ടി കൊടുക്കും. വണ്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തിനാ കവളിപ്പിച്ചെന്ന് ചോദിച്ചപ്പോൾ വണ്ടിയും കൊടുക്കൂല, വണ്ടിയുടെ പേപ്പറൊന്നും കൊടുക്കൂല. വണ്ടിയും വേണം, പൈസയും വേണം. ആ ഒരു ഇതിനിടയ്ക്ക് ഇവർ എന്നെ ഈ പരാതി കൊടുത്തതിൻ്റെ അന്ന് രാത്രി തന്നെ ഇവരെന്നെ വിളിപ്പിച്ചു. വേറൊരു സുഹൃത്ത് മുഖേന എന്നെ വിളിപ്പിച്ചു. ആ ഹരിപ്പാടുന്ന് കിഴക്ക് വശം ഒരു വലിയൊരു കോളനി എന്തോ ഒരുപാട് ആൾക്കാർ മദ്യപിച്ചൊക്കെ ഇരിക്കുന്ന വലിയൊരു സഭയിലേക്ക് എന്നെ വിളിച്ചു വരുത്തി. അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു അവരുടെ ഉദ്ദേശം. അവരുടെ ഒരു ആൾബലം കാണിച്ചു. അതെ, അത് നമുക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ ഞാൻ അവരോട് ചെന്ന് അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കാര്യം പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ തന്നെ ഇവനെതിരായി. അവിടെ വെച്ചിട്ട് ഇവർ പറഞ്ഞ് അത് അയാളുടെ പൈസ കൊടുക്കും. അങ്ങനെ ഇവർ പൈസ തരാൻ തയ്യാറായപ്പോൾ വീണ്ടും അവിടെ നിന്ന് 2 അഭിപ്രായക്കാർ കാണുമല്ലോ, 5 പേര്, കുറച്ച് ആൾക്കാരുള്ളടുത്ത്
അവർ വീണ്ടും വന്ന് എന്നോട് സംസാരിച്ചു, ചേട്ടാ അവരുടെ അബദ്ധം പറ്റിയതല്ലേ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ കൊടുത്ത കാശല്ലേ, ആ വണ്ടിയുടെ തുക കൊടുക്കും, ഇനി അവന് വീടും ഇതിനുള്ള കാശൊന്നും കൊടുക്കണ്ട, വണ്ടിയുടെ തുക കൊടുക്കുമെന്ന്. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അന്ന് തിരിച്ചു പോരുന്നവർ ഇവൻ എന്നെ വിളിച്ചൊരു ഓഡിയോ ഉണ്ട്. വിളിച്ചിട്ട് പറയുന്നു, ചേട്ടാ ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കൂടി പറയുന്നു വീണ്ടും വീഡിയോ ചെയ്യണം, എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും കാശ് വാങ്ങണം. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം, എൻ്റെ കയ്യിൽ നിന്ന്. അയാൾ വിളിക്കുന്ന ഓഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, എടാ മോനെ ഇത് ഞാൻ നിന്നെ സഹായിച്ചതാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലേ എന്ന്. അല്ല ചേട്ടാ എനിക്കറിയാം, പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയുന്നു ചേട്ടന്റെ കയ്യിൽ നിന്ന് ഇനിയും പൈസ വാങ്ങണം, ഇല്ലെങ്കിൽ എന്നെ കുറിച്ച് മോശമായിട്ടുള്ള വീഡിയോ ഇടുന്നു, ഞാൻ ഗുണ്ടായിസമാണ്, അവനെ ഭീഷണിപ്പെടുത്തി. അത് ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ കേരളത്തിലല്ലേ എവിടെയെങ്കിലും അങ്ങോട്ട് കാശ് കൊടുത്ത ഒരാളെ ഭീഷണിപ്പെടുത്തുക? കാശ് കൊടുത്ത വണ്ടി തന്ന പ്രശ്നം കഴിഞ്ഞില്ലേ? അവിടെ വെച്ച് കഴിഞ്ഞു, സോൾവ് ആയ പ്രശ്നം. വണ്ടി തരുന്നില്ല എന്നല്ല, വണ്ടിയുടെ ഡോക്യുമെന്റ്സ് നമുക്ക് തരുന്നില്ല. വണ്ടിയുടെ ഡോക്യുമെന്റ്സ് ഒന്നും അല്ല ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം. മാനം കേൾക്കുന്ന രീതിയിൽ പുള്ളി ഫുൾ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആവശ്യമില്ലാതെ മെസ്സേജ് അയക്കുന്നു, ഈ സ്റ്റോറികൾ ഇടുന്നു. എൻ്റെ പേരിൽ അയാൾ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി പുള്ളി എഴുതിയിട്ട് ആ കംപ്ലൈൻറ്റ് ഒരു സ്റ്റേഷനിൽ കൊടുത്തിട്ടില്ല. പക്ഷെ പുള്ളി ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തു സ്റ്റോറി ആയിട്ട്. ഞാൻ സ്റ്റേഷനിൽ കൊടുക്കുന്നെന്ന് പറഞ്ഞ് കാണിച്ച് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഞാനാണ് ആദ്യം പരാതി കൊടുക്കുമെന്ന് ഇൻസ്റ്റയിൽ കൂടി ഭീഷണിപ്പെടുത്തുന്നുള്ളൂ, പക്ഷെ കൊടുത്തിട്ടില്ല. ഞാൻ 2 പരാതികൾ ഇപ്പോൾ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ കൊടുത്തു. ഒന്ന് ഈ വാഹനം അല്ലെങ്കിൽ അതിൻ്റെ കാശ് എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു, സാമ്പത്തിക പ്രശ്നം പരാതി എടുക്കാൻ പറ്റില്ല. പിന്നെ ഇന്നലെ ഞാനൊരു പരാതി കൊടുത്തു, എന്നെ നിരന്തരമായി ഇവർ ഭീഷണിപ്പെടുത്തുന്നു, ഇതുപോലെ സോഷ്യൽ മീഡിയകൾ വഴി എന്നെ ഭയങ്കരമായി ഹരാസ്മെന്റ് ചെയ്യുന്നുണ്ട്. ഈ കമ്പനികളും ഞാനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നമുക്കങ്ങനെ ഈ സോഷ്യൽ മീഡിയാസൊക്കെ എല്ലാവരും ഉപയോഗിക്കണമല്ലേ, ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ ബാങ്കോ എൻ്റെ തൊഴിലോ എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. നമ്മൾ തികച്ചു ഒരാളെ സഹായിക്കാൻ വേണ്ടി ചെയ്ത് കുരുങ്ങിയിരിക്കും.